സ്കൂൾ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ 2 മാസമായി. ഇന്നലെയാണ് ടൈഷോന് യൂണിഫോം കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം മൊത്തത്തിൽ ചേഞ്ച് ആയതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അങ്ങനെ ഇതാ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അവൾക്ക് സ്കൂളും മദ്രസും ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഇനി മുതൽ സ്കാർഫ് ഇടണം കേട്ടോ. ഇപ്പം 3ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പോൾ ആദ്യമായിട്ട് സ്കാർഫ് ഇടുന്നതിൻ്റെ ഒരു ചമ്മലൊക്കെ ഉണ്ട്. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ വേറെ റെഡിയാക്കി സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ ഓരോ പണികളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വളരെ സിമ്പിൾ ലഞ്ചാണുള്ളത്. പരിപ്പ് കറി, പയറുപ്പേരി, പപ്പട, അച്ചാർ, ഇത്ര മാത്രമേ ഉള്ളൂ. കാണുന്നതൊക്കെ ഞാൻ ചെയ്ത ബോട്ടിൽ ആർട്ടുകളാണ്. അപ്പോൾ ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ അട്ടത്ത് കയറ്റി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നഗരസഭ വരുമ്പോൾ ഇതൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് കരുതി. അവിടെ വെച്ചതുകൊണ്ട് തന്നെ ഫുള്ള് കരിയും പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇവിടെ നിന്ന് വീഡിയോ എടുത്താലേ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പേപ്പറൊക്കെ വെച്ചിട്ട് ബെഡിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ എല്ലാ കുപ്പികളും ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പണ്ടേ എനിക്ക് വെറുതെ ഇരിക്കാന്ന് പറയണ അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ അന്ന് ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒന്നും അത്ര ഒരു ഇതിൽ വന്നിട്ടില്ലായിരുന്നു. പിന്നെ അന്നൊരു ടിക്ടോക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വൈറലായത് കേട്ടോ, ബോട്ടിൽ ആർട്ട്. അങ്ങനെ ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ എന്നെ നല്ലോണം കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ വേറെ പലരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ആൾക്കാർ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് കമ്മലിട്ടിട്ടില്ല എന്ന് ആലോചിച്ചത് കേട്ടോ. അങ്ങനെ പോയി കമ്മലൊക്കെ ഇട്ട്. ഇതൊക്കെ ഞാൻ ആ ഫസ്റ്റ് ടൈം ചെയ്ത വർക്കുകളാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വരികയാണ്. അത് വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ. ഇത് മടക്കി വെക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും തോന്നെ ഡ്രസ്സ് ഉണ്ടെന്ന് ഞാൻ തന്നെ അറിയണത്. പിന്നെ അതാ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ബെഡ്ഷീറ്റൊക്കെ ഉണക്കാണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തിട്ടിട്ട് ഉണക്കിയെടുക്കുക. ഈ ഒരു കാലാവസ്ഥയിൽ ഒരുവിധം എല്ലാ വീടുകളിലും കാണുന്ന ഒരു കലാപരിപാടിയാണിത്. വെയിൽ കാണുമ്പോൾ എല്ലാ ഡ്രസ്സും എടുത്തിട്ട് പുറത്തേക്ക് ഇടും കേട്ടോ. എല്ലാം ഇട്ട് വരുമ്പോഴത്തേനും മഴ പിന്നെയും പെയ്യാൻ തുടങ്ങും. പിന്നെ അത് അകത്തേക്കിട പുറത്തേക്കിട ഇങ്ങനെ തന്നെ ഒരു കളിക്കാരൻ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അനു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനുവിന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അത് എന്നുള്ളൊരു പരിപാടിയാണ് ഈ മസാജ് ചെയ്യൽ കേട്ടോ. ഈ ഒരു സമയത്ത് ഞങ്ങൾ ഭാവി കാര്യങ്ങളെക്കുറിച്ച് നല്ലോണം ചർച്ച ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് എണീക്കുമ്പോൾ അതൊക്കെ കഴിയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.